ഹലോ, ഇന്ന് നമ്മൾ അടിപൊളി ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ചേമ്പും താള്, ചേമ്പും തണ്ട്, നെത്തോലി തോരനാണ് വെക്കാൻ പോകുന്നത്. എല്ലാവരും അതിലേക്ക് വരിക. പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. കടുകിട്ട്, കടുക് പൊട്ടി, ഇനി മുളകിടുന്നു. കറിവേപ്പില, ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞത്. ഉള്ളി വാടിയിട്ടുണ്ട്. ചേമ്പും തടയും ചേമ്പും താളുമാണ്. അത് നമ്മൾ അരമണിക്കൂറിന് മുമ്പേ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ച് അരിഞ്ഞതാണ്. തോല് കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ച് അരിഞ്ഞതാണ്. ഇതിലേക്ക് 1 ബൗൾ, കൊച്ചു ബൗൾ നെത്തോലിയാണ്. അതിട്ട് നമ്മളൊന്ന് വഴറ്റുകയാണ്. നെത്തോലി കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുള്ളെടുത്ത് കളഞ്ഞതാണ്. ഇനി 3 പീസ് ചെറിയ വടക്കൻ പുളി. ഏകദേശം എല്ലാം വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൂട്ട് തയ്യാറാക്കിയത് ഇടുകയാണ്. അതിനകത്ത് കൂട്ടിനകത്ത് മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, വെളുത്തുള്ളി, ഇത് ഇത്രയും ചതച്ച് ചേർത്തതാണ്. ഇതിലേക്ക് ലേശം ഉപ്പ്, പാകത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിക്കണം. കാരണം അത് പാകപ്പെടുന്നതിന് വേണ്ടി അത്രയും വെള്ളം ആവശ്യമാണ്. ഇനി അടച്ച് വെച്ച് ആവി കയറ്റാൻ പോവുകയാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ അണച്ചിട്ട് അല്പം കറിവേപ്പില, 1/2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മണ്ടയിൽ കൂടെ തൂകണം. പൊന്നു മക്കളെ, പറഞ്ഞറിയിക്കേണ്ട സൂപ്പർ ടേസ്റ്റാണ്. ഇതാണ് നെത്തോലി ചേമ്പും തണ്ട് ചേമ്പും താള് തോരൻ. സൂപ്പറാണ് മക്കളെ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കണം. കാണുന്നത് വരെ ബൈ ബൈ.